കാളഭൈരവൻ നമ്മൾ ഓരോരുത്തരും വന്ന് വിളിക്കുമ്പോഴാണ് അത്രേ നമുക്ക് കാശി പോകാനുള്ള തോന്നലുണ്ടാവുക. ഇത് ഞാൻ പറഞ്ഞു കേട്ടൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ കാശി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. അതൊരിക്കലും കാശിയുടെ റിലീജിയസ് ഫാക്ടർ കാരണമല്ല കേട്ടോ. ഒരു കാവ്യാത്മകത കാശിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കാശിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ ബാംഗ്ലദേശ് ഒന്ന് ട്രൈ ചെയ്യണം. അമ്മയ്ക്ക് ഇതെന്താ സംഭവം എന്ന് കറക്റ്റ് അറിയില്ലെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്തു. അയോധ്യയിൽ നിന്ന് കാശിയിലെത്തിയപ്പോൾ രാത്രി 10-12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കാശി എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ആണ് കാശിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ ഗംഗയിൽ ബലിതർപ്പണം നടത്തി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഗംഗാരതി കണ്ടു. ഇതായിരുന്നു പരിപാടി. അന്ന് ഫുൾ ഡേ ബിസി ആയതുകൊണ്ട് തന്നെ ബാംഗ്ലദേശിൽ കിട്ടുന്ന ഷോപ്പ് എവിടെയാണെന്ന് അന്വേഷിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. പക്ഷേ എനിക്ക് ഗൈഡിനോട് ചോദിച്ചാൽ മതിയായിരുന്നു, ഞാനത് ചെയ്തില്ല കേട്ടോ. സെക്കൻഡ് ഡേ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനായിട്ടുള്ള ടൈം തന്നിട്ടോ. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഗൈഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഏകദേശം 8 മണിയായിട്ടോ. അങ്ങനെ റൂമിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഞാൻ ബാംഗ്ലദേശി അന്വേഷിക്കുന്നത്. ആക്ച്വലി യൂട്യൂബിലൊക്കെ ഞാൻ ഒരുപാട് ഷോപ്സ് കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്ക് അവിടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കണ്ട ലസ്സി ഷോപ്പിലൊക്കെ ഞാൻ കയറി ചോദിച്ചു. പക്ഷേ ഇവരൊക്കെ ഞാനെന്തോ വിചിത്രമായ ചോദ്യം ചോദിച്ച പോലെയാണ് എന്നെ നോക്കിയത് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് എത്താറായിട്ടോ. റൂമിലേക്ക് തിരിയുന്ന അവിടെ ഒരു ചായക്കടയുണ്ട്. അതിൻ്റെ അടുത്തൊരു ലസ്സി ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ചായക്കടക്കാരനോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ആ ലസ്സി ഷോപ്പിലെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവർക്ക് ബാംഗ്ലദേശി വേണോ, നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, ഇവിടെ നോർമൽ ലസ്സിയാണുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. എന്നാൽ അവിടെ ബാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഞാൻ പോയിട്ട് ബാങ്ക് വാങ്ങിയിട്ട് വരാം, നിങ്ങളൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അമ്മ അവിടെ പോസ്റ്റ് ആവണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ അമ്മേനെ റൂമിൽ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു കേട്ടോ. വെറും 15 മിനിറ്റിൻ്റെ കാത്തിരിപ്പായിരുന്നെങ്കിൽ അത് 1.5 കാത്തിരിപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ബാംഗ്ലദേശി എനിക്ക് അവർ ഉണ്ടാക്കി തന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുടിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ റൂമിലോട്ട് കൊണ്ടുവന്നിട്ടാണ് കുടിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ലസ്സി കഥ.